ഹലോ ഡിയേഴ്സ്, ഒരുപാട് കസ്റ്റമൈസ്ഡ് കേക്ക്സും തീം കേക്കും സെറ്റിങ്ങും ഒക്കെ ആയിട്ട് നമുക്കിത് നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ. തലേ ദിവസമേ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും അങ്ങനെയാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കുണ്ട്. വർക്കെല്ലാം മുൻകൂട്ടി വരുവാണെങ്കിൽ നമ്മൾ പയ്യെ തലേദിവസം രാവിലെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓരോ കേക്ക്സായിട്ട് ക്രം കോട്ട് ചെയ്ത് നമ്മളുടെ 2 ഫ്രിഡ്ജിലുമായിട്ട് വെച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കും കേട്ടോ. നമ്മളെപ്പോഴും ഫിനിഷ് കോട്ട് ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും. കാരണം നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ കൂളിങ്, പിന്നെ നമ്മളധികം തിക്കായിട്ട് ക്രീം കൊടുക്കാറില്ല, ഒരു തിൻ ലെയർ ഓഫ് ക്രീമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രാക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും രാവിലെ, അതായത് കൊടുക്കേണ്ട ദിവസം രാവിലെ ആയിരിക്കും ഫിനിഷ് കോട്ട് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം നമ്മളുടെ ഇന്നത്തെ കേക്കിൽ വെക്കാനുള്ള പ്രിൻറ്റുകളാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് കേക്കിലേക്ക് വേണ്ട പ്രിൻറ്റ് ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളൊരു കുഞ്ഞു വാവയുടെ പ്രിൻറ്റും പിന്നെ അതിൽ കുറച്ച് ഫോണ്ടൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ കേക്ക് കേട്ടോ. ഒരു 1.5 kg വരുന്ന സ്പാനിഷ് ഡിലൈറ്റ് ടോൾ കേക്കാണ്. കുറച്ച് ഫോണ്ടൻറ്റ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കി. ഒരുപാട് അങ്ങോട്ട് റെഡിയാക്കിയിട്ടില്ല, അത്യാവശ്യം ഡ്രൈ ആക്കിയിട്ടേ ഉള്ളൂ. കാരണം ഈ കാറൊക്കെ ഭയങ്കര ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വളച്ച് വെക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു എന്താ പറയുക, കുറച്ച് സമയം മുന്നേ ചെയ്തിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവാനുള്ള അത്ര ആക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ അതിൻ്റെ ബോർഡറിലേക്ക് നമ്മളുടെ പേര് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഒരു അക്രിലിക്കിൻ്റെ ടോപ്പറായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്കാണ്. ഇതിൽ ഓർഡർ ചെയ്തേക്കുന്ന ആൾ നാട്ടിലില്ല കേട്ടോ, അപ്പോൾ സൗദിയിൽ എവിടെയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഓർഡർ ചെയ്തതാണ്. എന്നെ വിളിച്ച് കുറച്ച് നാൾ മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ച് ഫൈനലൈസ് ചെയ്തിട്ട് നമ്മളിത് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ കാർ അധികം ഡ്രൈ ആക്കിയിട്ടില്ലെങ്കിലും നമ്മളിതിൽ ആ ഒരു ക്ലൗഡൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിങ്ങനെ നമ്മൾ കുത്തി വയ്ക്കുന്നതല്ലേ, അപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കുത്തി നിർത്താൻ പറ്റത്തുള്ളൂ. പിന്നെ കുറേ പേര് ഇപ്പോൾ ഈ മഴക്കാലത്ത് മെൽറ്റിംഗ് പ്രോബ്ലം പറയുന്നുണ്ട് കേട്ടോ. ഡ്രൈ ആക്കിയിട്ട് എയർ ടൈറ്റായിട്ട് തന്നെ നമ്മളുടെ ഫോണ്ടൻറ്റ് വെക്കണേ, അല്ലെങ്കിൽ മെൽറ്റിംഗ് പ്രോബ്ലം ഉണ്ടാകും. കുറേ പേരായിട്ട് ഇപ്പോൾ എനിക്ക് പല പ്രാവശ്യമായിട്ട് ഈ ഫോണ്ടൻറ്റ് മെൽറ്റായി പോകുന്ന ചേച്ചി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു. നമ്മൾ ഒന്നും ചെയ്യണ്ട, ഡ്രൈ ആയതിന് ശേഷം ഇത് എയർ ടൈറ്റായിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും കുഴപ്പമില്ലാണ്ടിരുന്നോളൂ കേട്ടോ. ഞാനൊരു 2-3 ദിവസമൊക്കെ തന്നെ മുന്നേ ചിലതൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഭയങ്കര പെട്ടെന്ന് ആ സമയത്ത് ചെയ്തതാണെങ്കിലും സമയം ഉണ്ടെന്നാണെങ്കിൽ ഞാൻ എയർ ടൈറ്റായിട്ട് വെക്കും, യാതൊരു പ്രോബ്ലം ഇല്ലാണ്ട് ഇരിക്കും കേട്ടോ. പിന്നെ ഇതുപോലെയാണ് നമ്മളുടെ കേക്ക് കൊടുത്ത് വിട്ടേക്കുന്നത്. പിന്നെ ഈ ഒരു ഡിസൈൻ ഞാനിതിന് മുന്നേയും ചെയ്തിട്ടുണ്ട്, അതാണ് ഞാനിതങ്ങനെ വിസ്തരിച്ച് കാണിക്കാതിരുന്നത് കേട്ടോ. ആ കേക്കിൽ ജസ്റ്റ് നോൺ എഡിബിൾ പ്രിൻറ്റും കുറച്ച് ഷുഗർ ബോൾസ്, ഫോക്ക് ബോൾസ് അതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സിൽ ഉണ്ടായിരുന്ന കേക്ക് കണ്ടിട്ട് അവർ അതുപോലെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എഡിബിൾ പ്രിൻ്റാണ് ഇതിന് മുന്നേ കണ്ടതെല്ലാം നോൺ എഡിബിൾ ആയിരുന്നു. എഡിബിൾ പ്രിൻ്റ് ഒരു റീല് പോലെ വെച്ചിട്ട് അങ്ങനെ റെഡിയാക്കിയതാണ് കേട്ടോ. ഇതൊരു സിമ്പിൾ കേക്കാണ്. നമുക്കിന്നിപ്പോൾ ഈ ബ്ലൂ വൈറ്റ് തീമിൽ ബാപ്റ്റിസം കേക്ക് തന്നെ ഒരു 3 എണ്ണമൊറ്റ ഉണ്ട് കേട്ടോ. അതാദ്യം കൊടുത്തു വിട്ടു. ഇത് ഞാനിവിടെ ഇപ്പോൾ സെറ്റ് ചെയ്തു കേട്ടോ. ഇതിപ്പോൾ ഫുള്ളായിട്ടൊരു സെറ്റിംഗ് ആണ്. ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ കൂടി എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ 2 പേരും ഒരേ സമയം ഇതെല്ലാം വെച്ചിട്ടാണ്. കാരണം ഒട്ടും ടൈമില്ല, ജസ്റ്റ് ഇതെല്ലാം വെക്കുക, വേഗം ഓടി അടുത്തടുത്തേക്ക് പോവുക, അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വെക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അവർ പറഞ്ഞ ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ എല്ലാം പിടിച്ചിട്ട് അതുപോലെ തന്നെ നല്ല മാച്ചായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഓടി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമ്മൾ ആദ്യം പോയപ്പോൾ ഇതിന് മുന്നത്തെ സെറ്റിങ് വെച്ചപ്പോഴേക്കും ഈ കേക്കും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇതവിടെ ഒരു സൈഡിൽ വെച്ചിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ വേഗം ഇങ്ങോട്ടേക്ക് ഓടി വരുമായിരുന്നു. ഭാഗ്യത്തിന് 2 നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. ആൾക്കാരൊക്കെ വരുന്നതിന് മുന്നേ തന്നെ എത്തി. എൻ്റെ ഫേസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ശരിക്കും നല്ല ടെൻഷനിലായിരുന്നു. അതുകൊണ്ട് ചിരിയൊന്നും വരത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ കസ്റ്റമൈസ്ഡ് ടോപ്പറും പിന്നെ ഒരു ഫോണ്ടൻറ്റിൻ്റെ വിങ്സും ക്രോസും അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. ഒരുപാട് അങ്ങനെ ഭയങ്കര വർക്കൊന്നുമില്ല, പക്ഷേ ആ ഒരു നെയിം ടോപ്പറും വിങ്സൊക്കെ വന്നപ്പോഴത്തേന് അതിൻ്റെ ലുക്ക് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് റെസ്റ്റ് കിട്ടി. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് കൊടുക്കേണ്ടിയിരുന്ന കേക്കായിരുന്നു ഇതൊക്കെയെല്ലാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ചോക്ലേറ്റ് ഗനാഷിൻ്റെ കാര്യം എന്നോട് എപ്പോഴും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ്. നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ 1:2 റേഷ്യോയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു 100 ഗ്രാം ചോക്ലേറ്റ് എടുത്താൽ 50 ഗ്രാം ക്രീം എടുക്കും.
അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് എന്ന് വെച്ചാൽ കുറച്ച് ലൂസാകുന്ന ടെൻഡൻസി എപ്പോഴും ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് കൂടുതൽ ചേർക്കുകയോ അല്ലെങ്കിൽ ക്രീം കുറച്ച് ചേർക്കുകയോ ആണ് എപ്പോഴും നമ്മൾ ഈ ഒരു റേഷ്യോയിൽ നിന്ന് മാറ്റി ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കൺസിസ്റ്റൻ്റായിട്ട് കിട്ടാറുണ്ട്. പിന്നെ ഇത് നമ്മൾ ഭയങ്കര ഫിനിഷിങ്ങിലല്ല, നമ്മളുടെ ആ ഒരു വാഞ്ചോ കേക്കിൻ്റെ ആ ഒരു ലുക്കും കൊടുക്കുന്നുണ്ട്, പക്ഷേ അതിലേക്ക് തന്നെ നമ്മളുടെ കാത്തു തീമും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും എന്നോട് വാഞ്ചോ കേക്ക് 2 kg എന്ന് പറഞ്ഞിട്ട് കാത്തു തീം ചെയ്യണേന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കൂടുതലായിട്ട് കളേഴ്സ് ഒന്നും കൊടുക്കാതെ കറക്റ്റ് നമ്മളുടെ ആ ഒരു വാഞ്ചോ ഉണ്ടല്ലോ, പഴയ ഒരു ഡിസൈൻ അത് തന്നെ കൊടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് കാത്തു ഞാൻ കൊടുത്തതാണ്. കാരണം ഈ ഒരു മിക്ക കേക്കും തന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക കറക്റ്റ് രീതിയിൽ ചെയ്യുമ്പോൾ ഗനാഷൊക്കെ ഒഴിച്ചൊക്കെ ചെയ്യുമ്പോഴേക്കും ശരിക്കും അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ നല്ല എൻഹാൻസ് ചെയ്തെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, എനിക്ക് കൂടുതലും ഈ കളേഴ്സൊക്കെ ക്രീമിൽ കൊടുക്കുന്നതിൽ ഇഷ്ടം എപ്പോഴും ഗനാഷ് കൊടുക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, എൻ്റെ നോർമൽ കേക്ക് ഒന്നും പറയാതെ ജസ്റ്റ് ഫ്ലേവർ മാത്രം പറയുന്ന കേക്ക്സിലെല്ലാം ഗനാഷ് ഉണ്ടാവും. മിക്കപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലാന്നാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ക്രീമിലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡൊക്കെ കൊടുത്ത് ക്ലൗഡൊക്കെ കൊടുത്ത് താഴെ കാത്തുവിനെയൊക്കെ നിർത്തി പുല്ലൊക്കെ വരച്ച്, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും അവർക്ക് കഴിക്കുമ്പോഴും കുറച്ചുകൂടെ നന്നായിരിക്കും. ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ തരുന്ന കേക്കാണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ചെയ്തു കൊടുക്കും. എന്നോട് ഇഷ്ടത്തിന് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആ ഒരു ഒതൻറ്റിക് ഡിസൈൻ നമ്മളുടെ കേക്കിൽ വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ഒതൻറ്റിക് ഡിസൈനുമായി നമ്മളുടെ കാത്തു തീമും ആയിട്ടുണ്ട്. ഒരു സിമ്പിൾ കേക്കാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ട് ഒരു ചോക്ലേറ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ചോക്ലേറ്റ് കേക്ക് എന്തോ ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ സിമ്പിളായിട്ട് ഫുള്ളായിട്ട് ഡ്രിപ്പ് കൊടുത്തിട്ട് അതിൻ്റെ ടോപ്പിൽ ആ ഒരു ചോക്ലേറ്റ് കൊണ്ട് തന്നെ ഒരു ജസ്റ്റ് ഇങ്ങനെ ലൈൻസ് കൊടുക്കുവാണ് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ലൈനിൻ്റെ പണി എനിക്ക് വരുന്നുണ്ട്. ഞാനൊരു 3-4 കേക്ക് ഈ ഒരു അടുപ്പിച്ച് ഇങ്ങനെ ലൈൻസ് കൊടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈൻസ് കൊടുക്കുമ്പോഴേക്കും നമ്മൾ ആ ഒരു ഗനാഷ് കുറച്ചുകൂടെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ആ ലൈൻസ് കിട്ടുമായിരുന്നു. ഞാൻ ആ ഒരു തിരക്കിൽ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്ന കാര്യം വിട്ടുപോയി. അതുകൊണ്ടാണ് അതിങ്ങനെ ഒരുമിച്ചിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോഴേക്കും ഫ്രിഡ്ജിൽ വെച്ച് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഞാനിത് കഴിഞ്ഞ ദിവസം ഷോർട്സിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ കേക്ക് നമ്മൾ ഒരു സർപ്രൈസ് കേക്കായിരുന്നു. ഇത് ഷോർട്സിൽ വിശദമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ കുറേ പറയാതിരുന്നത് കേട്ടോ. പുറത്തുനിന്ന് വന്നൊരു ഓർഡറായിരുന്നു. പിന്നെ അടുത്തത് വന്നിട്ട് 1 kg വരുന്ന വെഡ്ഡിങ് കേക്ക് ആയിരുന്നു. കസ്റ്റമർ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു കളർ കോമ്പിനേഷൻ, എൻ്റെ ഒരു ഇഷ്ടം, അതാണ് നിങ്ങൾ ശരിക്കും കാണുന്നത് കേട്ടോ. കാരണം വെഡ്ഡിങ് കേക്ക് ആകുമ്പോഴേക്കും ഞാൻ ഗോൾഡിൻ്റെ ആ ഒരു എലമെൻറ്റ്സ് കൂടുതൽ ചേർക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്കെന്തോ ഗോൾഡിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെഡ്ഡിങ് കേക്ക് എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു ഗോൾഡൻ എഫക്റ്റ് നല്ലതായിരിക്കത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗോൾഡൻ കളറിലെ ഡ്രിപ്പും പിന്നെ ഗോൾഡൻ കളറിലെ ആ ഒരു ലീഫും ഗോൾഡൻ കളറിൽ തന്നെ എല്ലാം മാക്സിമം ഗോൾഡൻ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ സിമ്പിളായിട്ട് അതിൻ്റെ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്ത് അത് കൊടുത്തുവിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നത് ഒരു 1/2 kg ബ്രൗണി ആയിരുന്നു കേട്ടോ. നമ്മൾ ബ്രൗണി റെസിപ്പി ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസിക് ചോക്ലേറ്റ് ബ്രൗണി റെസിപ്പിയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഇത് കുറച്ചുകൂടി പ്രീമിയം ടൈപ്പായിട്ടുള്ള ബ്രൗണിയാണ്. അതിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ടോപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല റിച്ച് ആയിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള ബ്രൗണിയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അതങ്ങനെ കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ അടുത്തത് വന്നിട്ട് ഒരു 1 kg കേക്കായിരുന്നു. ഫ്ലേവർ അത് വൈറ്റ് ഫോറസ്റ്റ് എന്തോ ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ ഡിസൈനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞിന് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ കയ്യിൽ ഒരു കൊക്കോമെലനൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ബർത്ത്ഡേ കൂടി ആയിരുന്നു കേട്ടോ. എന്നിട്ടും സിമ്പിൾ കേക്കാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെ കൊക്കോമെലനൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അതാ ഞങ്ങൾക്ക് ഇന്നൊരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കുറച്ച് നാൾ മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതാണ് ഈ വിശേഷങ്ങളൊക്കെ എല്ലാം ഈ വീഡിയോയിൽ വന്നേക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളുടെ ഇന്നത്തെ കേക്കുകളും നമ്മളുടെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ കുറേ സമയം എടുത്തിട്ടാണ് കേട്ടോ നിങ്ങൾ ഈ ലോങ് വീഡിയോ വേണം എന്ന് പറയുന്നത് കൊണ്ടിട്ട് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്ത് ഇങ്ങനെ ഇട്ടേക്കുന്നത്. പ്ലീസ് ഒരു കുഞ്ഞ് കമൻറ്റും ഒരു കുട്ടി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ. എന്തെങ്കിലും ഒരു കമൻറ്റ് മതി, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എന്താണെങ്കിലും ഒരു കുഞ്ഞ് കമൻറ്റെങ്കിലും തരാൻ മറക്കല്ലേ കേട്ടോ. ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ. താങ്ക്സ് ഫോർ വാച്ചിങ്.